السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد فيا أيها المسلمون أوصيكم وإياي أولا بتقوى الله. ആദരണീയരായ നമ്മുടെ നാട്ടിലെ ഖാദിയും നമ്മുടെ ഈ വേദിയുടെ അധ്യക്ഷനും നമ്മുടെ നാട്ടിൻ്റെ അധ്യക്ഷനുമായ നമ്മുടെ എല്ലാവരുടെയും നേതാവായ ബഹുമാനപ്പെട്ട ഖാദി തങ്ങളവറുകളെ, പ്രിയപ്പെട്ട ഖത്തീബ് ഉസ്താദ്, പ്രിയപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ് PM മുഹമ്മദ് കുഞ്ഞി സാഹിബ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചത് നമ്മുടെ പ്രസിഡന്റിൻ്റെ വീട്ടിൽ നിന്നാണ്. ഇനി 9 ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ആളുണ്ടാകും. അള്ളാഹു എല്ലാവർക്കും റാഹത്തും സലാമത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ ഭക്ഷണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഭക്ഷിപ്പിച്ചു തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദിയിലിരിക്കുന്ന സ്റ്റേജിലുള്ള ഉസ്താദന്മാരുണ്ട്, നമ്മുടെ അനീഫ് സാഹിബ് അടക്കമുള്ള ഉമറാക്കളുണ്ട്, അതേപ്രകാരം ഒരുപാട് ഖാദിമീങ്ങൾ. മണവാട്ടി ബീവിയുടെ ഉറൂസിനോടനുബന്ധിച്ച് നമ്മുടെ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് ഖാദിമുകൾ അവിടെയും ഇവിടെയും എല്ലാം ഇരുന്നിട്ട് ഓരോരുത്തരുടെ ഡ്യൂട്ടി അവരവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്കും നമുക്കും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരവസാനത്ത് ഉറൂസാക്കാതെ ഇതുപോലെ ഒരുപാട് കാലം ഈ മണവാട്ടി ബീവിയുടെ മുബാറക്കായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, ഖാദി ഉസ്താദ് അവറുകൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. നമ്മൾ ഖത്തീബ് ഉസ്താദ് അവറുകളും പറഞ്ഞു. ബഹുമാനപ്പെട്ട തങ്ങന്മാര്, അലിത്തങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം വളരെ പുണ്യമുള്ളതാക്കി മാറ്റി. ബഹുമാനപ്പെട്ട ഖാദി തങ്ങൾ അവറുകൾ, ഖാദി ഉസ്താദ് അവറുകൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സന്ദർശിച്ച മക്കാമ. ശംസുൽ ഉലമ സന്ദർശിച്ചിട്ട് ആദ്യമായിട്ട് സിയാറത്ത് ചെയ്തു. ശംസുൽ ഉലമ ലോക പണ്ഡിതന്മാരിൽപ്പെട്ട ലോക പണ്ഡിതനാണെന്ന് ബഹുമാനപ്പെട്ട തങ്ങള് ഖാദി ഉസ്താദ് പറഞ്ഞു. മഹാപണ്ഡിതനാണ്. ആർക്കും ആ രഹസ്യം നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. അത്രക്കും വലിയ മഹാനാണ്. മഹാനായ ഉമർ ഖാദിയുടെ ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. മഹാനായ ഉമർ ഖാദി, വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുടെ ഒരു ഫോട്ടോ, അത് യഥാർത്ഥാണോ എന്നറിയില്ല, ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതേപോലെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാനെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാം വെള്ള ഡ്രസ് കൊണ്ട് മുഴുവനും, വെള്ള തുണി കൊണ്ട് മുഴുവനും പുതച്ച് മൂടിയിട്ട്, ആകെ മൂടിയിട്ടാണ് മഹാനവറുകള് തസ്ബീഹ്മാല കയ്യിൽ പിടിച്ചിട്ട്. ആർക്കും അങ്ങനെ സംസാരിക്കാനും പിടിക്കാനൊന്നും കഴിയൂല. അത്രയും വലിയ മഹാനാണ്. ആ മഹാനവറുകള് ബഹുമാനപ്പെട്ട ഈ സയ്യിദത്തിന്റെ ഈ ബീവിയുടെ അടുക്കൽ റളിയല്ലാഹു അൻഹാ അവരുടെ അടുക്കൽ ആദ്യം വന്നു. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെയും വഅള് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഒന്നുകൂടി പോയി അവിടെ. എന്നിട്ട് ഇന്നത്തെ സയ്യിദുൽ ഉലമ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയ തങ്ങളോട് പറയുകയുണ്ടായി. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് മനസ്സിൽ സൂക്ഷിക്കണം. നമ്മൾ ഇവിടത്തേക്ക് വഅളിന് വിളിച്ചാൽ മുടക്കം പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ അന്ന് ചെറുപ്പായിരിക്കും. ബഹുമാനപ്പെട്ട തങ്ങളും കൂടെ ഉണ്ടായിരുന്നു, ശംസുൽ ഉലമാന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളിൽപ്പെട്ട ഈ കാരണവന്മാരെല്ലാം ഒന്നിച്ചുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹു നമ്മളെല്ലാവരെയും ഏറ്റെടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും ഏറ്റെടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് കിട്ടി. ഞാനിപ്പോൾ ഇവിടെ എന്നോട് നമ്മുടെ അനീഫ് സാഹിബ് പറഞ്ഞു, അദ്ദേഹമാണ് അതിൻ്റെ പ്രസിഡന്റ്, കൺവീനർ, ചെയർമാൻ. അനീഫ് കരികപ്പള്ളം ഹിഫ്ദുൽ ഖുർആൻ കമ്മിറ്റി ചെയർമാൻ. ഹാഫിളീങ്ങൾക്ക് 5 ഹാഫിളീങ്ങൾക്ക് സനത് കൊടുക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞു. അതേപ്രകാരം ഇവിടെ വന്നപ്പോൾ കമ്മിറ്റി ഭാരവാഹികളും പറഞ്ഞു. ഏറ്റവും വലിയൊരു കാര്യമാണ് ഹാഫിളീങ്ങളെ വളർത്തിക്കൊണ്ടുവരിക.
ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അതിന്റെ ശേഷം ഒരു കാര്യം പറഞ്ഞു. കുട്ടികൾക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറും ഹാഫിളാക്കിയിട്ട് ഹിഫ്ള് മാത്രം നൽകിയിട്ട് വിട്ടാ പോരാ, അതോടുകൂടി നമ്മുടെ ഈ ജമാഅത്തിൽ നിന്ന് തന്നെ, നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ശരീഅത്തും കൊടുക്കണോ, ശരീഅത്തും കൊടുക്കണം. ഞാൻ ഷാർജയിൽ ഒരു മുസല്ല പള്ളി എന്നൊരു പള്ളിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പള്ളി, ഞങ്ങളെല്ലാം ഗൾഫേരാണല്ലോ. മുസല്ല പള്ളിയിൽ തറാവീന് കൂടി അവിടെ 20 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് പോയതാ. പോയോക്കുമ്പോൾ അവിടെ ഒരു UP കാരനാണ് നിസ്കരിക്കുന്നത്, ഹാഫിള്. 20 റക്അത്ത് നിസ്കരിക്കുന്ന 8 റക്അത്ത് അറബി നിസ്കരിച്ചിട്ട് ഒഴിവായിട്ട് പറഞ്ഞു സല്ലി എന്ന് പറഞ്ഞവനോ. അയാൾ നിസ്കരിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ് നിസ്കരിച്ച് തെറ്റിപ്പോയി. തെറ്റിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഹാഫിളാണ്. തെറ്റിയിട്ട് ഇയാൾക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത്? അതിനൊരു മറുമരുന്ന് അദ്ദേഹത്തിന്റെ അടുക്കലില്ല, അഥവാ ശരീഅത്ത് പഠിച്ചിട്ടില്ല, വെറും ഹിഫ്ള് മാത്രം. പിന്നെ അതിന്റെ ഇടയിൽ ലാസ്റ്റ് സലാം കിട്ടി, അവിടെ 2 റക്അത്ത് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നേരത്തെ 8 നിസ്കരിച്ച അറബി വന്നിട്ട് പറഞ്ഞു സല്ലി റക്അത്ത് 2 റക്അത്ത് കൂടി നിസ്കരിക്കുകയാണ്. ശരീഅത്ത് ഓർക്ക് എടുത്തു കൊടുക്കുകയാണ്, അയാൾക്ക് എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ ഈ ശരീഅത്തും കൂടി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട ഖാദി തങ്ങൾ പറഞ്ഞു. അത് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും മനസ്സിലാക്കണം. കുട്ടികളും എല്ലോ ഹിഫ്ള് മാത്രം ഉണ്ടായാൽ പോരാ, ആ ഹിഫ്ള് പ്രായോഗികമാകണമെങ്കിൽ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ മസ്അല ശരീഅത്തില്ലെങ്കിൽ വളരെ വിഷമിച്ചു പോകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞത് ശരീഅത്ത് കൂടി അതിന്റെ ശേഷം നമ്മുടെ ഈ സ്ഥാപനത്തിൽ കൊടുക്കുമെന്ന്. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്നിട്ട് ഇവിടുന്ന് തന്നെ ഈ കുട്ടികളെ ഹാഫിളീങ്ങളായിട്ട് ഇപ്പൊ ദൗറ കഴിഞ്ഞു അല്ലേ, ഇന്ന് ഖത്തമ് തീർത്തു അൽഹംദുലില്ലാ. ഇനി സനത് കൊടുക്കാൻ നിങ്ങളെ നമ്മളെ കമ്മിറ്റിക്കാരല്ലോ അതിന് വേണ്ട ആസൂത്രണം ചെയ്യും. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി തങ്ങളെല്ലാം ആശ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പെല്ലാം ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ അല്ല വേണ്ടതുപോലെ ചെയ്യണം. എനിക്കും അതിൽ കൂടണം. വ്യാഴാഴ്ചയാണ് മജ്ലിസുൻ നൂർ അല്ലേ, നോട്ടീസിൽ കണ്ടിട്ടില്ല ഉണ്ടല്ലേ മജ്ലിസുൻ നൂർ. അപ്പൊ അതിൽ കൂടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ശരിക്കൊന്നും വേണ്ട മജ്ലിസുൻ നൂറിന് വന്ന് കൂടാലോ. പക്ഷേ എനിക്ക് ഇടുക്കിയിൽ തൊടുപുഴയിൽ പരിപാടിയുണ്ട്, ഒരു 3-4 ദിവസത്തെ പരിപാടി തൊടുപുഴയിലുള്ളത് കൊണ്ട്, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു 2-3 വാഴലും ഒരു ക്ലാസ്സും ഉള്ളത് കൊണ്ട്, ഒരു കുടുംബ സംഗമം ഉള്ളത് കൊണ്ട് അതൊക്കെ ഞാൻ ബുധനാഴ്ച തന്നെ പോകും. അല്ലെങ്കിൽ മജ്ലിസുൻ നൂർ അന്ന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. കൂടുമ്പോൾ നമ്മളെ മനസ്സിന് വലിയൊരു സമാധാനമാകുന്നു. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഹിഫ്ള് എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര ഇനിയും നമുക്ക് നോമ്പിന്റെ ശേഷം, റമദാനിന്റെ ശേഷം കുട്ടികളെ വർദ്ധിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റിക്കാർക്കുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഹിഫ്ളുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്ത് മുഴുവനും നോക്കിയാൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ഹാഫിളീങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് കാണാം, കുറച്ചു മുമ്പ്, ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല, ഒരാഘോഷം. ആ ആഘോഷം നിങ്ങൾക്കെല്ലാം അറിയാം, മറ്റുള്ളവരുടെ ആഘോഷം. ആ ആഘോഷത്തിന് ബീഹാറില് ബീഹാർ ഷെരീഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ബീഹാറിലെ ബീഹാർ ഷെരീഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പൈക്കം പോലത്തെ സ്ഥലമുണ്ട്, വെറും മുസ്ലിങ്ങൾ മാത്രം ഒരുമിക്കൂടുന്ന ഇങ്ങനെയുള്ളൊരു നാടുണ്ട് അവിടെ. ആ നാട്ടില് 400 കൊല്ലം മുമ്പ് ഉമ്മാന്റെ പേരിൽ ഹദിയ ചെയ്ത ഒരു മദ്രസയുണ്ട്. അവിടെ മദ്രസ എന്നാ പറയല്, ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. ഹാഫിളീങ്ങളാണ് മുഴുവനും. കയ്യെഴുത്ത് കൃതികൾ ഒരുപാടും ഉണ്ടായിരുന്നു അവിടെ. മുസാഹഫ് കൈയെഴുതിയത്, മുസാഹഫ് കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയ മുസാഹഫ്, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അവരുടെ ആഘോഷ തിമിർപ്പില് നിങ്ങൾക്കറിയാലോ, ആ വർണ്ണെല്ലാം ഇട്ടിട്ട് ഒരാഘോഷമുണ്ട്. അതൊന്നും ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. ആ മദ്രസ അടിച്ചു തകർത്തു. 400 കൊല്ലം പഴക്കമുള്ള മദ്രസ കത്തിക്കുകയും അതിലുള്ള മുസാഹഫുകൾ മുഴുവനും കരിച്ചു കളയുകയും അതിലുള്ള ബുഖാരി ഷരീഫും മുസ്ലിം ഷരീഫ് അൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്തു. പത്രത്തിൽ വന്നതാണ്, നമ്മളെ മുസ്ലിം പത്രത്തിലെല്ലാം വന്നതിന് മറ്റിലും വന്നിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ മുസാഹഫ് കരിച്ചതുകൊണ്ട് അതിലൊക്കെ വേറെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയുള്ളത് കണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. കാരണം എന്താ, സമുദായത്തിൽ ആയിരക്കണക്കിന് ഹാഫിളീങ്ങളുണ്ട്, ആയിരക്കണക്കിന് ഖുർആൻ ഹിഫ്ളുള്ളവരുണ്ട്. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മക്കാം കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി ഇവിടെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ്, ഗുണമാണ്. ഒരു ഹാഫിളീങ്ങളെ നമ്മൾ ശരീഅത്തോടു കൂടി ഹാഫിളീങ്ങളെ വളർത്തിയെടുക്കുക. വിശുദ്ധ ഖുർആൻ പഠിച്ച ഹാഫിളീങ്ങൾ കോടിക്കണക്കിനുണ്ട് ഹാഫിളീങ്ങൾ. 140ഓളം കോടികൾ മുസ്ലിങ്ങളുണ്ട് ലോകത്ത്. അതിൽ കോടികളാണ് ഉള്ളത്. നമ്മളെ കേരളത്തിൽ കുറഞ്ഞ ഭാഗം പഠിക്കും, പിന്നെ ഹിഫ്ളിനായിട്ട് പ്രത്യേകമാണ്.
നമ്മളെ ഗൾഫ് നാടുകളിലെല്ലാം കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഉമ്മാന്റെ മടിയിൽ നിന്ന് തന്നെ മദ്രസയിലേക്ക് പോകുന്നതിനെ മുസാഫ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ടാകും. കാണാതെ പഠിക്കല, ഹിഫ്ളാണ് അവർക്ക്. അപ്പൊ തന്നെ ഞാനൊരു സ്ഥലത്തുണ്ടാകുമ്പോ മുക്രിക്ക ബാങ്ക് കൊടുക്കാൻ പോകുന്നുണ്ട്. ഈ കുട്ടികൾ ഭയങ്കര ഗുൽമാലാക്കുന്നുണ്ട്. മുക്രിക്ക ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളാണ്. മുക്രിക്ക ബാങ്ക് കൊടുക്കുമ്പോൾ കുട്ടികളും ബാങ്ക് കൊടുക്കുന്നില്ലേ. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഹാഫിദീങ്ങൾ വന്നിട്ട് മുസാഫ് ഇങ്ങനെ പിടിച്ചിന് ബഹുമാനിച്ചിട്ട് എന്നിട്ട് ഓതുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലിഇലാഫി ഖുറൈശ്. അതാ ഞാൻ കേട്ടത്. എന്നിട്ട് മുക്രിക്കാനെ തോണ്ടുന്നു, ഉസ്താദിനെ തോണ്ടുന്നു. ലിഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. ആ മഖ്റജും ആ മദ്ദും ശദ്ദും ആ തജ്വീദ് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇഫ് തന്നെ പഠിച്ചു വരുന്ന കോടിക്കണക്കിന് ആളുകളാണുള്ളത്. അത് ഖുർആനിന്റെ ഒരു മുഅ്ജിസത്താണ്, അമാനുഷികതയാണ്. അതാണ് നമ്മളിവിടെ ഹാഫിദീങ്ങളെ ഹിഫ്ള് തുടങ്ങാൻ വേണ്ടി തന്നെ തുടങ്ങിയതും. അതുകൊണ്ട് തന്നെ അതിനെ നിലനിർത്തി കൊണ്ടുപോയിട്ട് വെരുങ്ങനെ ആക്കണം. കാരണം മറ്റുള്ള കിതാബുകളൊന്നും ഹിഫ്ള് പഠിച്ച ആളുകൾ ഉണ്ടായിട്ടില്ല. തൗറാത്ത് ഹിഫ്ള് പഠിച്ച ആൾ ആരുണ്ടായെന്നറിയോ? മൂസാ നബി അലൈഹി ഇസ്ലാം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥമാണ് തൗറാത്ത്. ആ തൗറാത്ത് കാണാപ്പാടുള്ള ആളാരറിയോ? ഒന്ന് മൂസാ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഹാറൂൻ നബി അലൈഹിസ്സലാം. അങ്ങനെ അങ്കുരി വിരലിൽ ഉണ്ടാകുന്ന ആളുകൾ അവര് മരിച്ചപ്പോ ഹിഫ്ളുള്ള ആളുകളെ കാണുന്നില്ല. ഹിഫ്ളുള്ള ആളുകളെ പിന്നെ കണ്ടു. അതേ പ്രകാരം തന്നെ ഹിഫ്ളുള്ള ആളുകളെ കണ്ടു നമ്മൾ സൂറത്തുൽ ബഖറയിൽ. ഒരാളെ പേര് പറയുന്നുണ്ട് സാർ, എന്തിനാളെ സൂറത്തുൽ ബഖറയിൽ ഒരാളെ പേര് പറയുന്നുണ്ടല്ല. സൂറത്തുൽ ബഖറയിൽ കുറെ കൊല്ലം ഉറങ്ങിയ ഒരു കഥയെല്ലാം പറയുന്ന ഇതുണ്ടല്ല, ഹുസൈർ റളിയല്ലാഹു അൻഹു. സൂറത്തുൽ ബഖറയിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ആളാണ് ഹുസൈർ റളിയല്ലാഹു. അപ്പൊ ആ എവിടെയില്ല തൗറാത്ത് മനപ്പാടുള്ള ആൾ എവിടെയില്ല. ലാസ്റ്റ് അവസാനം കിട്ടിയത് ഒരാളെ കിട്ടിപ്പോയി, ഹുസൈർ. അദ്ദേഹത്തിന് തൗറാത്ത് മനപ്പാടമുണ്ട്. ആകെ മൂന്നാള്, ഒന്ന് മൂസാ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഹാറൂൻ നബി അലൈഹിസ്സലാം. അതേ പ്രകാരം തന്നെ പിന്നെ ഹുസൈറിനെ പിന്നെ കിട്ടിയത് കുറെ കാലം കഴിഞ്ഞ് ഒരു വലിയ എല്ലാ ഗ്രന്ഥങ്ങളും എല്ലായിടത്തും പരന്നിട്ട് ലാസ്റ്റ് ഹുസൈറിനെ കിട്ടി. ഹുസൈർ തൗറാത്ത് മനപ്പാടമുള്ള ആളാണ്, ഹിഫ്ളുള്ള ആളാണെന്ന് മനസ്സിലാക്കിയപ്പോ വേഗം ഹുസൈറിനെ അള്ളയാക്കി മാറ്റിയവര്, തമ്പുരാനാക്കി മാറ്റി, ദൈവമാക്കി മാറ്റി ഹുസൈറിനെ. അത്രത്തോളം കടുപ്പായിരുന്നു. അങ്ങനെ ഇഞ്ചിയിലിനെ നോക്കുമ്പോ ഈസാ നബി അലൈഹി ഇസ്ലാമിനൊക്കെ കാണാൻ പാടേണ്ട ഹിഫ്ളുണ്ട്. 11 അപ്പോസ്തലന്മാരുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ 11 ശിഷ്യന്മാരുണ്ട്, അപ്പോസ്തലന്മാർ എന്നാ പറയുന്നത്. അവർക്കും എന്തുണ്ട്? തൗറാത്ത്, പിന്നെ ഇഞ്ചീൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കിയ ഗ്രന്ഥമാണല്ലോ. അത് അവർക്ക് മാത്രം മനപ്പാടുള്ളൂ, വേറെ ആർക്കും അത് മനപ്പാടില്ല. ഇന്ന് ബൈബിൾ വായിക്കുന്ന ആളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ഹിഫ്ളുണ്ടോന്ന്. ഇന്നത്തെ പുതിയ ബൈബിള്, മാറ്റി മറിക്കപ്പെട്ട ബൈബിള്, അത് വിശുദ്ധ ഖുർആൻ വരലോടുകൂടി മുഴുവനും ദുർബലപ്പെട്ടു പോയി. അത് ഹിഫ്ളുണ്ട്, ഇത്ര കട്ടിയിലുണ്ടാവും. യാഹോന്നാന്റെ ബൈബിള്, മത്തായിന്റെ ബൈബിള്, ലോക്കോസിന്റെ ബൈബിള്, ഇങ്ങനെ പറഞ്ഞ് ഇത്ര വന്ന് മുസാഫ് പോലത്തെ ഓരോരോ കട്ടിയ. അതാർക്കെങ്കിലും ഹിഫ്ളുണ്ടോ? നിങ്ങൾക്കെല്ലാം ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര സൂറത്ത് ഹിഫ്ളുണ്ടാവും? നിങ്ങൾക്ക് അതിൽ പോയിട്ട് ഒരു വാചകം പോലും ചില ആൾക്കാർക്ക് ഹിഫ്ള് ഉണ്ടാവൂല. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഒറിജിനൽ ബൈബിള് തന്റെ ഇഞ്ചിയില് ഈസാ നബി അലൈഹി ഇസ്ലാമിനും 11 അപ്പോസ്തലന്മാർക്കും മാത്രമാണ് ഹിഫ്ള് ഉണ്ടായത്. സബൂർ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമും ചുരുക്കം ചില അനുയായികൾക്കും അത് മരിക്കലോടുകൂടി അതും തീർന്നു. മറിച്ച് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ എല്ലാവർക്കും കോടിക്കണക്കിന് ജനങ്ങളാ. നിങ്ങളെന്നെ ഒരുപാട് സൂറത്തുകൾ ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന നമ്മുടെ ഈ പ്രസംഗങ്ങളെല്ലാം കേട്ട നിങ്ങൾക്ക് തന്നെ എന്തുണ്ട്? ഹിഫ്ളുണ്ട്. ഒരുപാട് സൂറത്തുകൾ ഹിഫ്ളില്ലേ നിങ്ങൾക്ക്? ഫാത്തിഹ ഹിഫ്ളുണ്ട്. അത് പ്രകാരം ഒരുപാട് സൂറത്തുകൾ, താഴെയുള്ള സൂറത്തുകൾ, ചെറിയ സൂറത്തുകളെല്ലാം നമ്മുടെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും ഹിഫ്ള്. ചില ആൾക്ക് കുറെ വലിയ സൂറത്തും ഹിഫ്ളുണ്ടാവും. നമ്മളെ കുട്ടികൾക്ക് വലിയ സൂറത്തുകൾ, തബാറക, സൂറത്തുൽ മുൽക്ക് തബാറക, സൂറത്തുൽ വാഖിയ, യാസീൻ, സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ ജിന്ന്, ഇങ്ങനെ സൂറത്തുൽ സജദ, ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ഹിഫ്ളുണ്ട്. ഹിഫ്ള് പഠിക്കാൻ എളുപ്പം സുഖ. ഈ കുട്ടികളെ, മദ്രസയിലെ കുട്ടികളെ പറ്റി പറയുന്നത്. അപ്പൊ നമ്മുടെ കമ്മിറ്റി ഉണ്ടാക്കുന്ന വലിയൊരു സംരംഭമാണ് ഹാഫിളീങ്ങളെ വളർത്തിയെടുക്കുക. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉഷാറാക്കി കൊണ്ടുവരിക ഹിഫ്ളുൽ ഖുർആൻ ഹാഫിളീങ്ങളെ. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഇതുപോലെയുള്ള മഹാന്മാരും മഹദികളും ഒരുപാട് എല്ലാവർക്കും ഖുർആൻ ഹിഫ്ളാ. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് പോകുമ്പോൾ ചോദിക്കും, നമ്മള് പലതുണ്ട്. ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ഉസ്താദിന്റെ അടുത്ത് പോകുമ്പോൾ ചോദിക്കാറുണ്ടോ? അവരെല്ലാം ഔലിയാക്കന്മാരാണ്.
ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിം നിങ്ങൾ പറയുന്നുണ്ട് അല്ലാഹു മർഖദു അവരെ ബറക്കത്തുകൊണ്ട് നമ്മളെ മജ്ലിസിനെ അല്ലാഹു തആല ഏറ്റെടുക്കുമാറാകട്ടെ. വിളിച്ചിട്ട് ഇജാസത്തെല്ലാം കൊടുത്തിട്ട് പറയും ആയത്തുൽ കുർസി വിടണ്ട, എന്നിട്ട് ആയത്തുൽ കുർസി അവിടെ തന്നെ ഓദിപ്പിക്കുന്ന പറയുന്നത്. മൂപ്പരടുത്ത് പോയ ആളുകൾ പറയാ ഞാൻ കണ്ടിരുന്നു ഒരു ദ്വാക്ക് ലീഗിന്റെ സമ്മേളനത്തിന് ദ്വാരുന്നില്ല പണ്ട് തങ്ങളുടെ അന്ന് കരുണാകരനെല്ലാം കാത്തു നിൽക്കുക. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എല്ലാവരും അംഗീകരിക്കുന്ന വലിയ മഹാനാണ്, വലിയാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. അന്ന് SUSന്റെ പ്രസിഡന്റ്, നമ്മളെ SUSന്റെ പ്രസിഡന്റ്, അതിന് ശേഷമാണ് പാണക്കാട് പൂക്കോയത്തങ്ങളായത്. അങ്ങനെയുള്ള ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരോട് ദുആ കിട്ടാൻ വേണ്ടിയിട്ട് CH മുഹമ്മദ് വായ അവിടെ ഉണ്ട്, ഞാനും ഉണ്ട്. ഞാൻ ചെറിയ ഇതേപോലത്തെ അങ്ങനെ ഒരു ബസ് കിട്ടിയപ്പോൾ അങ്ങനെ കയറി പോയത്. പിള്ളേർ സൂക്കറുണ്ടല്ലോ നാട്ടകല്ലേ തങ്ങളെ സ്ഥാനത്ത് ആണ് വന്നത്. പിന്നെ വലിയ മഹാനാ, ഞമ്മക്കൊന്നും ഭാഗ്യം ഉണ്ടായില്ല പോയിട്ട് സംഗതി ഒന്ന് അറിയാനും പിടിക്കാനും മൂപ്പരടുത്തല്ലൊന്ന് ഇജാസത്ത് വാങ്ങാനല്ലോ. അങ്ങനെ മൂപ്പര ദുആക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട CH മുഹമ്മദ് വായ മുതൽ എല്ലാവരും കാത്തിരിക്കുക. ബാപ്പു മുസ്ലിയാർ വരാൻ വേണ്ടിയിട്ട്, ബഹുമാനപ്പെട്ടവർ വരാൻ വേണ്ടിയിട്ട് വന്നു. ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു കൊടുത്തു ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ. അങ്ങനെയുള്ള മൂപ്പര് അടുത്ത് പോയ ഇജാസത്തെല്ലാം കൊടുത്തതിന് ശേഷം ഇങ്ങനെ കേട്ടാൾ പറയുന്നതാണ്, വാങ്ങിയാളും പറഞ്ഞതാണ്. ഞാൻ നേരിട്ടിട്ട് പോയിട്ടില്ല, ഇങ്ങനെ കണ്ടു. ഇങ്ങനെ ദുആക്ക് ആ ചെറിയ കുട്ടിയായിരിക്കുമ്പോ പിന്നെ ആമീൻ പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. വന്ന് ചോദിക്കും മൂപ്പര്, സ്വകാര്യം പിടിച്ച് ചോദിക്കുമ്പോൾ ആയത്തുൽ കുർസി കാണാപ്പാടുണ്ടോ? ആയത്തുൽ കുർസി കാണാപ്പാടുണ്ടോ? ഒന്ന് നമ്മളെല്ലാം കൂടി ഒന്ന് ഓതിയ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇതൊന്ന് ഓതി കൊടുക്കണം മൂപ്പർക്ക്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ടവരോട് ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെല്ലാവരും ഈ ഖുർആൻ ഹാഫിദീങ്ങളായിരുന്നു. അതേപോലെ ഈ ആയത്തുൽ കുർസി പെട്ടെന്ന് നമുക്ക് നമ്മളെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പോയ ആൾക്കാർ ഓരോ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അവരോട് പറയും ആയത്തുൽ കുർസി ഓതണം, ആയത്തുൽ കുർസി ഓതണം. ഞാനും ഈ വേദിയിൽ വെച്ചിട്ട് മണവാട്ടി ബീവിയുടെ മുമ്പിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാന്റെ ഹദ്റത്തിൽ വെച്ചിട്ട് എന്നോടും നിങ്ങളോടും ഇവിടെയുള്ള പെണ്ണുങ്ങളോടും സഹോദരിമാരോടും പ്രത്യേകമായ ഒരു ടിപ്സ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്നത്, ബഹുമാനപ്പെട്ട ആയത്തുൽ കുർസി നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കണം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാര. അതുകൊണ്ട് ഔലിയാക്കന്മാരാകാൻ നമുക്ക് വേണമെങ്കിൽ, അതുകൊണ്ട് നമ്മളെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാം. ദുനിയാവ് നേടിയെടുക്കാം, ആഖിറത്ത് നേടിയെടുക്കാം. ഒരുങ്ങുന്നവർ ആയത്തുൽ കുർസി ഓതുക. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വാഹനത്തിൽ കയറി വരും ഓതുക, അല്ലെങ്കിൽ വീട്ടിന്റെ പുറത്ത് വെച്ചിട്ട് ഓതുക. എന്ത് പ്രശ്നത്തിലേക്കും നമ്മൾ പോകുമ്പോൾ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അതിൽ വിജയമുണ്ടെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് പ്രസവ വേദന വന്നു. പ്രസവ വേദന വന്നപ്പോൾ അവിടുത്തെ ദാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബീവി പ്രസവ വേദനയിലാണ്, നിങ്ങളെല്ലാവരും ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി ഓതുമ്പോ ഫാത്തിമന്റെ മകൾ വിശപ്പെട്ട മകൾ ഫാത്തിമത്തുൽ ബത്തൂല ഓതും. അപ്പോൾ ഫാത്തിമത്തുൽ ബത്തൂലയുടെ വയറ്റിന്റെ ഉള്ളിലുള്ള കുഞ്ഞിയും ആയത്തുൽ കുർസി ഓതിക്കൊണ്ടിരിക്കും. ഖാല റസൂലുള്ളാഹി. നോക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ബഹുമാനമുള്ള ഒരു സംരംഭമാണ്, ഒരു ആയത്താണ് ആയത്തുൽ കുർസി. സൂറത്തുൽ ബഖറ നമുക്കറിയല്ലോ. അതിനെ പറ്റിയിട്ട് വിശാലമായിട്ട് പറയാനുണ്ട്. രണ്ട് വാക്ക്. നമ്മുടെ സമാധാനത്തിന് വേണ്ടി മഹാന്മാര് മുഴുവനും അത് കാണാതെ പഠിക്കണം. അത് നിങ്ങൾ ഓതണം. വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഓതണം, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഓതണം, ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓതണം, ജോലി കിട്ടുന്നില്ലെങ്കിൽ ഓതണം, വിസ കിട്ടുന്നില്ലെങ്കിൽ ഓതണം, ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ ഓതണം, ദാരിദ്ര്യം കൊണ്ട് വിഷമുണ്ടെങ്കിൽ ഓതണം. എല്ലാത്തിനുള്ള ഒരു ജനറൽ ടോണിക്കാണ്, ദശമൂലരിഷ്ടം എന്ന് പറയുന്നത് പോലെ ഒരു ജനറൽ ടോണിക്കാണ് ആയത്തുൽ കുർസി. ഓതി നോക്കൊന്ന് പരിശോധിച്ചു. ഒരുപാട് സഹോദരിമാർ, നേരത്തെ ബഹുമാനപ്പെട്ട നിങ്ങളാപ്പ ഇവിടുന്ന് ദുആ ചെയ്യുമ്പോൾ ഒരുപാട് സഹോദരിമാർ കണ്ണിൽ നിന്ന് വെള്ളം, ശബ്ദം നമ്മളിങ്ങനെ കേൾക്കുന്ന ഇവിടത്തേക്ക് ആമീൻ 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 നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് മണവാട്ടി ബീവിയുടെ ഹദ്റത്തിലേക്ക് വന്നിട്ട്
ബഹുമാനപ്പെട്ട തങ്ങളാപ്പ ആ ദുആ നടത്തുന്ന സമയത്ത് അവർ ആമീൻ, നമ്മളും അതിന്റെ കൂട്ടത്തിൽ ആമീൻ, അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഏറ്റവും വലിയൊരു സുവർണ അവസരമല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? 9 ദിവസം ഇവിടെ അങ്ങനെ വന്നിരിക്കുക. 9 ദിവസം നമുക്ക് ഇവിടെ വന്നിരിക്കുക. ആ 9 ദിവസം ഒരുപാട് മഹാന്മാര്, ഒരുപാട് സാദാത്തുക്കൾ വന്നിട്ട് ഇവിടെ വയല് പറയുകയും ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ 2 കൈയും ഉയർത്തിക്കൊണ്ട് ആമീൻ എന്ന് പറയും. ഒരുപക്ഷെ എന്നെ പോലെ മോശപ്പെട്ടവനാണെങ്കിൽ, നമ്മളെ മോശമില്ലാത്ത നല്ല ആളുകളെ ആമീൻ സ്വീകരിക്കുമ്പോൾ മോശപ്പെട്ടവന്റെ ആമിയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കും. കണ്ടില്ലേ? ദിക്റിനെ പറ്റിയിട്ട് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ദിക്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് നീട്ടി പറയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബായ മലായിക്കത്ത് വന്ന് മഅദിന്റെ മജ്ലിസിൽ ഇരുന്ന ആളെ മുഴുവനും എഴുതിയെടുത്ത്, അതേപോലെ ദിക്റിന്റെ മജ്ലിസിൽ ഇരുന്ന ആളെ മുഴുവനും എഴുതിയെടുത്ത് അല്ലാഹുവിലേക്ക് സമർപ്പിച്ചു. ഒരാളെ പെൻഡിങ്ങിൽ വെച്ചു. ഒരാളുണ്ട് ആമീൻ ഇതൊന്നും പറയാതെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഓന്റെ വിചാരം എന്താ, ഓനെ പറ്റിയിട്ട് എന്താ എഴുതേണ്ടത് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മലായിക്കത്തുൽ കിറാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ലാ യഷ്ഖാ ജലീസുഹും, കൂട്ടത്തിലിരുന്ന ആളല്ലേ, ഉറങ്ങിയ ആളല്ലേ, ആമീൻ പറയാത്ത ആളല്ലേ, ദിക്ർ ചെല്ലാത്ത ആളല്ലേ, ഓനി എഴുത്. കാരണം അവരെ കൂട്ടത്തിലാണ് ഇവൻ എഴുതി ഇരുന്നിരിക്കുന്നത്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. 9 ദിവസം നമുക്ക് കിട്ടുന്ന ഒരു ചാൻസാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഈ ആയത്തുൽ കുർസി ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ടിപ്സ് ആണല്ലോ നിങ്ങൾക്ക്. ഒരുപാട് കാര്യങ്ങൾ ഔലിയാക്കന്മാരെ പറ്റിയിട്ടെല്ലാം നമുക്ക് മനസ്സിലാക്കി തന്നു. ഒരു ടിപ്സ് മാത്രം, എന്തൊരു ആയത്തുൽ കുർസി വിടാൻ പാടില്ല. എത്ര കാലം പഴങ്ങും, 120 വയസ്സ് വരെ ജീവിക്കണമെങ്കിലും അതിന്റെ യഥാർത്ഥമായിട്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ, ആയുസ് 120 കിട്ടുകയാണെങ്കിലും നല്ല ആരോഗ്യത്തോടുകൂടി ദൃഢഗാത്രനായിട്ട് ജീവിക്കുക എന്ന് അതിനെ പറ്റിയിട്ട് പറയുന്ന അതിന്റെ തഫ്സീറിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം അത്രയും വലിയ ബഹുമാനം പറയാൻ കാരണം എന്താ? ഖുർആനിന്റെ നേതാവാണ് ആയത്തുൽ കുർസി. മന്ത്രിയാണ്, ക്ഷണിക്കാതെ വന്നതല്ല, ഏറ്റവും വലിയ പ്രധാനമന്ത്രിയാണ്. ഖുർആനിന്റെ ആയത്തുകളുടെ നേതാവാണ്. അതേ പ്രകാരം തന്നെ ഖുർആനിൽ വെച്ച് ഏറ്റവും വലിയൊരു ആയത്താണ്. വലിയ ആയത്ത് പറഞ്ഞാൽ വലിയ കൂലില്ല ആയത്ത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ തുടങ്ങുന്നത് എന്താ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. കണ്ടോ? 18 പേരുകളുണ്ട്. അസ്മാഉൽ ഹുസ്ന 99 പേരില്ലേ? അസ്മാഉൽ ഹുസ്ന 99 പേരില്ലേ? ആ 99 പേരിൽ 18 പേരുകൾ അതിലുണ്ട് എന്നാ വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതിൽ തന്നെ നമുക്ക് തന്നെ കുറെ പേരുകൾ നമുക്ക് കിട്ടും. ഒന്ന് അല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹു, ഹു നമ്മുടെ റാത്തീബിൽ പറയുന്നില്ലേ, ഹു 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 എന്ന് പറയുന്നില്ലേ, അതല്ല അല്ലാഹുവിന്റെ പേരുകളാ. ഇല്ലാഹു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, പേര് അവിടെ തന്നെ എത്രയായി? സിഫത്തുകൾ എത്രയായി? അല്ലാഹുവിന്റെ വസ്ഫുകൾ സിഫാത്തുകൾ എത്രയായി? നമ്മൾ എണ്ണി വെക്കാൻ കിട്ടില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂം. ഇതിനെ പറ്റിയിട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, ഇത് ഇസ്മുൽ ആളം ആകാൻ ചാൻസ് ഉണ്ട്. ഈ ഔലിയാക്കന്മാരെല്ലാം എന്തുകൊണ്ടാണ് ഇസ്മുൽ ആളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച കാര്യം അപ്പൊ തന്നെ. ഔലിയാക്കന്മാരെ കാണുന്നത് ഇവിടെ കണ്ടാളെ മക്കത്ത് കണ്ടാളെ മദീനത്ത് കാണുന്നു, മദീനത്തെ കണ്ടാളെ ബൈത്തുൽ മുഖദ്ദസിൽ കാണുന്നു, ബൈത്തുൽ മുഖദ്ദസിൽ കണ്ടാളെ പൈക്കം മണവാട്ടി മഖാബുൽ മത്തിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്, അതേപോലെ സിയാറത്ത് ചെയ്യുന്നുണ്ട്, എവിടെല്ലോ കാണുന്നു എന്ന് പറഞ്ഞില്ലേ ഔലിയാക്കന്മാരെ. അവരെടുക്കൽ ഇസ്മുൽ ആളം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് ചൊല്ലും, ഉടനടി അങ്ങ് പോകും. മലക്കുകൾ ഇസ്മുൽ ആളം എന്ന് പറഞ്ഞിട്ട് ആ ഇസ്മുൽ ആളം ചൊല്ലിക്കൊണ്ട് രാവിലെ ഇറങ്ങും, അതേപ്രകാരം ഇസ്മുൽ ആളം പോയി ചൊല്ലിക്കൊണ്ട് വൈകുന്നേരം അങ്ങോട്ട് പോകും. ഇങ്ങനെ ആ ഇസ്മുൽ ആളമാണ് അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞത് എന്ന് നമ്മുടെ ഇമാമിങ്ങൾക്ക് മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ധാരാളം ആളുകൾ അത് ഇസ്മുൽ ആളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രക്കും വലിയൊരു ആയത്താണത്. അതുകൊണ്ടാണ് അത്രയും ബഹുമാനം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. ലാസ്റ്റ് അവസാനിക്കുന്നത് അള്ളാഹുവിന്റെ പേര് തന്നെ, അൽ അലിയുൽ അലീം, അൽ അലിയുൽ അലീം. കണ്ടോ? വിടുവാരെങ്കിലും പഞ്ചാരക്കുണ്ടിന്റെ മേലെ കരിമ്പ് കണ്ടിട്ട് അതിന്റെ മേലെ തേന്മയ പെയ്താൽ എങ്ങനെ ഉണ്ടാകും? അതേപോലെയല്ല ഈ ആയത്തുൽ കുർസിൻ്റെത്. അതേ സ്ഥാനത്ത് ആയത്തുൽ കുർസി നമുക്ക് കാണാം. ആ സൂറത്ത് ആലി ഇംറാനിലും നമുക്ക് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം. അവിടെ കഴിഞ്ഞു.
സൂറത്ത് ആൽ ഇംറാൻ എന്നിട്ട് തുടങ്ങുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്ത് ആൽ ഇംറാൻ അവിടെയും അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇവിടെയും ആയത്തുൽ കുർസി തുടങ്ങുന്നതും അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ലാ തഖുദുഹു സിനത്തും വലാ നൗം. നമ്മളെ കാര്യമെല്ലാം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്ന അല്ലാഹ്. എന്നിട്ട് പിന്നെ നമുക്ക് കാണാം സൂറത്തു താഹയിൽ കാണാം. സൂറത്തു താഹയിൽ 110-ാമത്തെ ആയത്ത് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. എല്ലാ മുഖങ്ങളും കുത്തി വീണു. സുജൂദ് എന്ന് പറഞ്ഞ ചെറിയ സാധനം അല്ലല്ലോ, വലിയതല്ലേ. വലിയൊരു സുജൂദ് ചെയ്യാൻ ഒരു സൗഭാഗ്യം ഉണ്ടാകലല്ലേ സുജൂദ് ചെയ്യാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ വീണ് കിടക്കാൻ. വഹനത്തുൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഒരു സമാധാനം, ഒരു സന്തോഷം ആ സുജൂദ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകണം. അത് അവിടെയും പറഞ്ഞു. വഹനത്തിൽ സൂറത്തു താഹയുടെ 110-ാമത്തെ ആയത്തിൽ പറയുന്നു വഹനത്തുൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. നമ്മൾ എന്താ പറഞ്ഞ ആയത്തുൽ കുർസി തുടങ്ങുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അത് നമ്മൾ ഏറ്റെടുക്കണം. നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് വേണോ, എങ്ങനത്തെ രോഗങ്ങളുണ്ടോ അത് മുഴുവനും ആയത്തുൽ കുർസി കൊണ്ട് ശിഫ. എങ്ങനത്തെ കാര്യങ്ങൾ വേണോ ആ കാര്യങ്ങൾ മുഴുവനും ആയത്തുൽ കുർസി കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. ദുനിയാവ് മുഴുവനും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ആഖിറവും അതിന്റെ കൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതിന്റെ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അത് പകർത്തണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു പണിയില്ലല്ലോ. യാത്ര പോകുമ്പോ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വാതിൽ പടി പിടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് കയറുക, പുറത്തേക്ക് കറക്കുക, ഇടതുകാലി വെച്ചിട്ട്. അതിന്റെ മുമ്പ് തന്നെ വീട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ. എന്തൊരു സമാധാനം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ. മക്കളെ യാത്രയാക്കുമ്പം കൂടെ ചൊല്ലണം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അത് മാത്രമല്ല ആയത്തുൽ കുർസി മുഴുവനും ഓതണം. വേറെ കച്ചവടം തുടങ്ങുമ്പോ സ്വന്തമായിട്ട് തന്നെ പഠിച്ചോനെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. രോഗത്തിൽ വിഷമിക്കുന്ന സമയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എന്ത് വേണോ പ്രസവത്തിന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഉമ്മയും മക്കളും കൂടി ചെല്ലുക അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആര് പറഞ്ഞു നമുക്ക്? മഹാന്മാരായിരിക്കുന്ന ഉലിയാക്കന്മാര് പറഞ്ഞു തന്നു. ബഹുമാനപ്പെട്ട മഹാനവാട്ടി ബീവിനെ പോലെയുള്ള ഇതുപോലെയുള്ള മഹതികൾ ഈ സ്ഥാനം നേടിയത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഇവിടെ വന്നു പോയിട്ടുണ്ടാകുമല്ലോ. എന്തിനധികം പറയുന്നു, ഞാനും അനീഫ് സാഹിബും ഒരു സ്ഥലത്ത് ഒരു സഹോദര സമുദായങ്ങൾ കൂടുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. അവിടെ വെച്ചിട്ട് അവന്റെ ഓണറായിരിക്കുന്ന ഒരു സഹോദരി എവിടുന്ന് പറഞ്ഞു, പൈക്കമ്മണവാട്ടി എന്ന് പറഞ്ഞാൽ ഒരു സഹോദരി, ഹിന്ദുവായ ഒരു സഹോദരി പറഞ്ഞു. ഞങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ആ പ്രസംഗത്തിൽ ആ സഹോദരി പറയുന്നു, എന്റെ മാല പോയിട്ട് എവിടെ പോയിട്ടും എവിടെ നേർച്ചയാക്കിയിട്ടും കിട്ടിയില്ല. അവിടെ അവരുടെ എല്ലാ സ്ഥലത്തും ഞാൻ അനീഫ് സാഹിബിനെ സാക്ഷ്യപ്പെടുത്തുന്നത് മൂപ്പറുണ്ടായിരുന്നു. എല്ലാ പെണ്ണുങ്ങൾ പറയുമ്പോ മൂപ്പറുണ്ടായിരുന്നു. വേറെ ആളുണ്ടായിട്ടുണ്ടാവും ചിലപ്പോ. എല്ലായിടത്തും അവർക്ക് പോകേണ്ട സ്ഥലത്ത് മുഴുവനും പോയി. ജ്യോത്സ്യന്മാരെടുത്ത് പോയി, കണിയാന്മാരെടുത്ത് പോയി, എല്ലാ സ്ഥലത്തും, ഞാൻ തെളിയിച്ച് പറയുന്നില്ല, എല്ലാ സ്ഥലത്തും ആ സഹോദരി പറയുന്നു. എന്നിട്ട് ഇവിടത്തേക്ക് ആ സാധാരണ ആരോ പറഞ്ഞു കൊടുത്തു, ഒരു അമ്മ പറഞ്ഞു കൊടുത്തു പോലും ഇവിടത്തേക്ക് നേർച്ചയാക്കുക എന്ന് പറഞ്ഞപ്പോ ആ പൊന്നിന്റെ മാല, അവരുടെ കഴുത്തിലുള്ള പൊന്നിന്റെ മാല അവർക്ക് തിരിച്ചു കിട്ടി. അമ്മക്കാണ് അതിന്റെ വിശ്വാസമൊന്നുമില്ല. കാരണം എന്താ? അവർക്കാണ് കൂടുതൽ വിശ്വാസം. അവിടെ വന്നിട്ട് നോക്കുമ്പോ ഇവിടെ വന്നിട്ട് തൊഴുതുന്ന ആളുകൾ കുറെ ഉണ്ടല്ലോ. നമ്മളൊന്നുമില്ലെങ്കിൽ അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കും അൽ ആഫിയ. അത് മാത്രമല്ല, ഇവിടുത്തെ മൈതാനി ഞാൻ മിഞ്ഞാന്ന് അക്യുപഞ്ചർ ഉണ്ടാവുമ്പോ കണ്ടതാണ്. ഇവിടെ വന്നിട്ട് ഞാൻ എടുത്തപ്പോ നോക്കും മൈതാനി അന്നാ കാട് കുത്തി തെളിയിച്ചിട്ടുണ്ട്. വലിയ തളങ്കര പോലത്തെ മൈതാനി. എത്ര സാരിഹ്യങ്ങൾ മോമിനികൾ അവിടെ വെച്ച് കിടക്കുന്നുണ്ടോ, മരിച്ചു കിടക്കുന്നുണ്ടാവും. അവർക്കെല്ലാം അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളാണ് അവര്, നമ്മുടെ പൂർവ്വ പിതാക്കൾ
പിതാക്കന്മാരും മാതാക്കന്മാരുമാണ് അവര്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ, സ്വർഗത്തിൽ വെച്ച് കാണാൻ അവർക്കും ഞമ്മക്കും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും ഇന്നത്തെ ടിപ്സ് എന്റെ വകയായിട്ടുള്ളത്, എന്റെ വകയല്ല, വിശുദ്ധ ഖുർആനിലുള്ളത് ഞാൻ നിങ്ങളെ ഉണർത്തുന്നു എന്ന് മാത്രം. എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുന്നു, നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു. ആയത്തുൽ കുർസി വിട്ടുകളിക്കണ്ട. എല്ലാ വിജയത്തിനും നമ്മുടെ ആയത്തുൽ കുർസി ഒരുപാട് സംഭവങ്ങൾ ആയത്തുൽ കുർസിയെ പറ്റിയിട്ട് പറയാനുണ്ട്. പ്രതീക്ഷയ്ക്ക് തങ്ങൾക്ക് ഇത്രയും വലിയ കുതുബായി വന്നോവർ, ബാനമ്മദേളിയിലും കേളി മികച്ചോവർ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങളുടെ ഉമ്മ എപ്പോഴും ആയത്തുൽ കുർസി ഓതും. ആയത്തുൽ കുർസി ഓതിയിട്ട് വയറിങ്ങനെ തടങ്ങുമ്പോ വയറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങളും ഓതും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ഫാത്തിമ ബീവിക്ക് പ്രസവ വേദന എടുക്കുന്ന സമയത്ത് അടുത്തുള്ള ദാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആയത്തുൽ കുർസി ഓതിക്കൊണ്ടിരിക്കുക, വേറെ സംസാരമൊന്നും വേണ്ട, ആയത്തുൽ കുർസി ഓതിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ മോള് ഫാത്തിമയും ഓതും. അത് കാരണമായിട്ട് എന്റെ മോള് ഫാത്തിമ ഓതുമ്പോൾ നിങ്ങൾ ഓതുന്ന സമയത്ത് ആ ഫാത്തിമാന്റെ വയറ്റുള്ള കുഞ്ഞി അത് കേൾക്കും, ആ കുഞ്ഞിയും അത് ഓതും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിന്റെ ഉമ്മ എപ്പോഴും ആയത്തുൽ കുർസി കൊണ്ടുള്ള കളിയാണ്. ആയത്തുൽ കുർസി ഇങ്ങനെ വയറിൽ നിന്ന് ഇങ്ങനെ തടകും മോദിയിട്ട് ഉള്ളിൽ നിന്ന് ഗൗസുൽ ആദം തങ്ങളും ഓതും. അവിടുന്ന് തന്നെ ബാബ മോദുവിന് കുതുബായി വന്നോവർ, ബാനമ്മദേളിയിലും കേളി നിറച്ചോവർ. നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗൗസുൽ ആദം തങ്ങള് 2 റക്അത്ത് അജ്മീർ ഹാജാന്റെ കഥ പറഞ്ഞില്ലേ, ഗൗസുൽ ആദം തങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ ഫാത്തിഹയ്ക്ക് ശേഷം 1000 പ്രാവശ്യം ആയത്തുൽ കുർസി ഒരു റക്അത്തിൽ ഓതോ. ഞമ്മക്ക് അതിനൊന്നും കഴിയൂലെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1 പ്രാവശ്യമെങ്കിലും നമുക്ക് ഓതിക്കൂടെ? അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസം കുറഞ്ഞത് 33 പ്രാവശ്യമെങ്കിലും ഓതിക്കൂടെ? ഓരോരോ അവസരത്തിന് വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് ഓതിക്കൂടെ? അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, അതാണ് ഗൗസുൽ ആദം തങ്ങൾ പറഞ്ഞത്. തങ്ങൾ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞു, ഹറാമായ ദിവസം മുടിച്ചിട്ട് ബാക്കി മുഴുവനും ബഹുമാനപ്പെട്ടവർ നോമ്പെടുത്തു. അത് പ്രകാരം തന്നെ 12 കൊല്ലം മൂപ്പര് സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്തു. ആവശ്യത്തിന്റെ സമയം മുടിച്ചിട്ട് ബാക്കി മുഴുവനും സുന്നത്ത് നിസ്കരിച്ചു. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ 2000 ആയത്തുൽ കുർസി 2 റക്അത്തിൽ ഓതുമെങ്കിൽ ഒരായത്ത് കുർസിയെങ്കിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവന്നൂടെ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് തരാനുള്ളത് ആയത്തുൽ കുർസി മറന്നു പോകരുത്, എല്ലാവരും ഓതണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉറപ്പാണ് വിജയം. ദുനിയാവും ആഖിറവും കിട്ടും പെണ്ണുങ്ങളെ, ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. ആയത്തുൽ കുർസി കൊണ്ട് കളി കളിച്ചാല് ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും, വേണ്ടപ്പെട്ട സർവ്വ കാര്യങ്ങളും നമുക്ക് കിട്ടും. അക്കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യാണ്. സമയം ഏകദേശം 12 മണി ആയിപ്പോയി. അൽഹംദുലില്ലാഹ് നമ്മുടെ ഉസ്താദ് അവർകള് ഞാൻ വിചാരിച്ചു കുറെ പറയില്ല, ഒരാളോട് പറഞ്ഞ് അൽഹംദുലില്ലാഹ് എല്ലാം അല്ലാഹു തആല സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമിനായ അൽ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ റബ്ബേ, ഞങ്ങളുടെ ഈ ഇരുത്തവും ഈ കേൾക്കലും ഈ ദുആക്ക് ആമീൻ പറയലും ഈ മജ്ലിസിനെ നീ ഖബൂലാക്കണേ തമ്പുരാനെ. ഒരു അവസാനത്തെ മജ്ലിസാക്കരുതേ തമ്പുരാനെ. ചെറുപ്പക്കാരെല്ലാം പെട്ടെന്ന് മരിച്ചു പോകുക, കാണാൻ പറ്റുന്നില്ല. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ എല്ലാം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് നെഞ്ച് വേദന എന്ന് പറയുന്നു, അപ്പുറം കൊണ്ടുപോകുന്നു, മരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ ദീർഘായുസ് തരണേ റബ്ബേ, ഞങ്ങൾക്കും കുടുംബത്തിനും ദീർഘായുസ് തരണേ തമ്പുരാനെ. ഒരുപാട് പ്രവാസികളുണ്ട് റഹ്മാനെ. ഞങ്ങൾ പിന്നെ പൈക്കക്കാരുണ്ട്, നെല്ലുകെട്ടക്കാരുണ്ട്. അത് പ്രകാരം തന്നെ ഒരുപാട് പ്രവാസികൾ ഇത് കാണുന്നുണ്ടാവും. അവർക്കും ഞങ്ങൾക്കും എല്ലാം ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ഭാര്യന്മാരുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ കുടുംബങ്ങൾ, ഇങ്ങനെ എല്ലാവർക്കും നീ ദീർഘായുസ് തരണേ തമ്പുരാനെ, ആഫിയത്ത് തരണേ തമ്പുരാനെ, റഹ്മത്ത് തരണേ തമ്പുരാനെ, ബറക്കത്ത് തരണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട മണവാട്ടി ബീവിയുടെ മുമ്പിൽ വെച്ചിട്ട് ബർബാറക്കായ സ്ഥലമാണിത്. ഈ ഹിഫ്ദുൽ ഖുർആനും പള്ളി എല്ലാം കൂടി ഒരുമിച്ച് കൂടിയ ഒരു ബറക്കത്ത് കൊണ്ട് നിറക്കപ്പെട്ട ഒരു മജ്ലിസാണ് റബ്ബേ.
ഞങ്ങൾ നീ കബൂലാക്കണം തമ്പുരാനെ. തെറ്റുകുറ്റങ്ങൾ ഒരുപാട് ചെയ്തവരാണ് തമ്പുരാനെ, തെറ്റുകുറ്റങ്ങൾ ഒരുപാട് ചെയ്തവരാണ്. മുഴുവനും നീ പുറത്തു തരണേ അല്ലാ. നീ അല്ലാതെ ഞങ്ങൾക്കൊരു ഇലാഹില്ല തമ്പുരാനെ, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാൻ മറ്റൊരു ഇലാഹില്ല റഹ്മാനെ. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം നിനക്ക് അറിയാമല്ലോ തമ്പുരാനെ. റഹ്ബേ, പള്ളികൾ വിളിക്കുന്നു, മദ്രസകൾ വിളിക്കുന്നു.